മലപ്പുറം തിരൂർ പടിഞ്ഞാറേക്കരയിൽ പുലിയുടെ സാന്നിധ്യമെന്ന് സംശയം. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞു. പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഈ നാട്ടുകാരുടെ ആശങ്ക ഒരു ഭാഗത്ത്, അതിനിടയിൽ ഈ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത് പുലിയുടേതാണ് എന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങളാണ്. എന്താണ് നാട്ടുകാർ പറയുന്നത്? വനംവകുപ്പിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഏറ്റവും ഒടുവിലായി എങ്ങനെ? റിജിത്ത്, നിലവിൽ വനം വകുപ്പ് പ്രദേശത്തെ കൂട് സ്ഥാപിച്ചുകൊണ്ട് ഈ പുലി എന്ന് പറയുന്ന സംശയിക്കുന്ന ഈ ജീവിയെ പിടികൂടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പടിഞ്ഞാറേക്കര ഈ കാട്ടിലപ്പള്ളിക്കടുത്തുള്ള ഉല്ലാസ് നഗറിൽ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് നമുക്ക് പോകുന്നതിന് ചില പരിമിതികളുണ്ട്. ഇവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ ക്യാമ്പ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് ഈ പുലി ഭീതി ഈ കാട്ടിലപ്പള്ളി മേഖലയിൽ ഉണ്ടാകുന്നത്. ആദ്യം ഈ പ്രദേശത്തുള്ള ആടുകളെയും പട്ടികളെയും ഒക്കെ തന്നെ ഒരു അജ്ഞാത ജീവി ആക്രമിച്ചു എന്നുള്ളതായിരുന്നു ആദ്യം വന്ന വാർത്ത. പിന്നീട് ചില മത്സ്യത്തൊഴിലാളികൾ ഈ പ്രദേശത്ത് പുലിയെ കണ്ടതായി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തുകയും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തുകയും ചെയ്തു. അതിന് പിന്നാലെ ഇവിടെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. ഈ ക്യാമറയിലാണ് ഒരു മങ്ങിയ രീതിയിൽ ഒരു പുലിയാണെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ വനം വകുപ്പിനെ കണ്ടെത്താനായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് ഈ പ്രദേശത്തെ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കൂടിന് സമീപത്ത് വരെ ഇന്നലെ രാത്രിയിലും പുലി എത്തി എന്നുള്ള ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. കാരണം അതിന് സമീപത്ത് ഇന്നലെ കാൽപ്പാടുകൾ കണ്ടതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധി നമ്മോടൊപ്പം ചേരുകയാണ്. നിലവിൽ പുലിയെ പിടികൂടാനുള്ള കൂട് നമ്മൾ സ്ഥാപിച്ചിരിക്കുകയാണ്. നിലവിൽ എത്ര ജീവികൾ ആക്രമിച്ചു? നിലവിൽ എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? എന്താണ് നിലവിൽ തെക്കത്തുകുളപ്പിൻ്റെ ബിജു എന്ന് പറയുന്ന അവരുടെ വീട്ടിലെ വളർത്തുനായ ആക്രമിച്ചപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. അങ്ങനെ 2 ആഴ്ച മുന്നെയാണ് അത് ഉണ്ടായത്. അപ്പോൾ തന്നെ നമ്മൾ വനവകുപ്പ് ജീവനക്കാരെ വിവരം അറിയിച്ചു. അവർ വന്ന് സംഭവ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തിയപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് പുലിയല്ല എന്നുള്ളത് വൈൽഡ് കാറ്റ് എന്നുള്ളതൊക്കെയാണ് അവർ മനസ്സിലാക്കിയത്. ആ വിവരം നമ്മളോട് പറഞ്ഞിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളത് അങ്ങനെ ആ രീതിയിൽ നിൽക്കുന്ന സമയത്താണ് പിന്നീട് വീണ്ടും ഒരു സംഭവം ഉണ്ടാകുന്നത്. നമ്മുടെ പഗ്മാർക്ക് പുലിയുടേതെന്ന് സംശയിക്കുന്ന പഗ്മാർക്ക് കാണുന്നത്. അതിനനുസരിച്ച് ഫോറസ്റ്റ് അധികാരികളെ വിവരിച്ചപ്പോൾ അവർ പഗ്മാർക്ക് പരിശോധിച്ചപ്പോൾ അവർക്കൊരു ഡൗട്ട് ഉണ്ടായി. അങ്ങനെ അവർ വീണ്ടും നമ്മുടെ സ്ഥലം സന്ദർശിച്ച് പരിശോധിച്ചു. ഇപ്പോൾ നമ്മൾ ഈ വിഷ്വലിൽ പുലിയാണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂട് സ്ഥാപിച്ചു അല്ലേ? കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് കൂട് സ്ഥാപിച്ചത്. അതിൽ ഇന്ന് അതിപുലർച്ചെ അത് കൂടിന് സമീപത്ത് വരെ വന്നിട്ട് തിരിച്ചുപോയി എന്നുള്ളതാണ് കിട്ടിയത്. ഇന്നലെ കൂട് സ്ഥാപിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാർ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് പുലിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരൂർ പടിഞ്ഞാറേക്കരയിലാണ് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന സംശയത്തെ തുടർന്ന് ഇപ്പോൾ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്.